ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യല് ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ദോശമാവാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് മാവ് ഇതേപോലെ തന്നെ 3 ചൂടാനുള്ള ഒരു ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ദോശമാവൊക്കെ ചുടുന്ന മസാല ദോശയൊക്കെ ചുടുന്ന വലിയ ചട്ടി ഉണ്ടെച്ചെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടെച്ചെങ്കിൽ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. ഇതിപ്പോൾ 2 പേർക്കുള്ളതാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 ദോശയാണ് ക്കുള്ളതാണ് അതിനുള്ള ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ. നല്ല ടേസ്റ്റാണ്. അതേപോലെ നമുക്ക് കൂടുതൽ എണ്ണ ഒന്നും വേണ്ടല്ലോ. ഒരു ഇത്തിരി നെയ്യ് തടവി കൊടുത്തതിന് ശേഷം മാവ് ഇതേപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചിക്കൻ ചിക്കിയതാണ് ഇട്ടത്. അതിൻ്റെ ചിക്കന് ഒന്ന് ഒരു ബ്രസ്റ്റ് പീസ് ഒരു ചെറിയൊരു പീസ് ഉണ്ടായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അത് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പാനിലിട്ടിട്ട് ചിക്കിയെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ പെപ്പറും മഞ്ഞൾപ്പൊടിയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ചിക്കിയെടുത്തതിന് ശേഷം പിന്നെ മല്ലിയില ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ മല്ലിയില എന്തായാലും ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുക വെച്ചെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതുപോലെ ചിക്കിയെടുത്തതിന് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മീതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കട്ടോ. ചീസ് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ മൂടി വെച്ചിട്ട് വേവിക്കണം, മറിച്ചിട്ട് കൊടുക്കരുത്. ഞാൻ അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി മൊരിഞ്ഞ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി നെയ്യ് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് മാവിൽ ചെയ്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും. അതേപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയട്ടോ. എന്നിട്ടൊന്ന് ചിക്കനൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ മാവിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ടാവും. അത് തിരിച്ചിട്ട് കൊടുക്കണ കാരണമാണ് ഇത് അമർത്തി കൊടുക്കണം കേട്ടോ. ഇല്ല ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ എടുക്കുകയാണെന്ന് വിചാരിച്ചാൽ അമർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ അത് ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും. ഞാൻ ലേശം തരിക്കഞ്ഞി വറ്റിച്ചത് റവ ഇട്ട് വറ്റിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാനിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ റവ ഒന്നിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇതേപോലെ വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ചെയ്യാം. നമ്മുടെ കറി ഇതേപോലെ ചിക്കനൊക്കെ വെച്ചിട്ട് കറി ബാക്കി വരില്ലേ, ആ കറി ബാക്കി വരുമ്പോൾ ആ ചിക്കൻ്റെ എല്ലൊക്കെ എടുത്തതിന് ശേഷം ആ മസാലയിൽ ഇട്ടിട്ട് തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുക. ആ ചിക്കൻ കൊണ്ട് നിങ്ങൾ കട്ട്ലറ്റ് അതേപോലെ ഇതുപോലൊക്കെ ചെയ്തെടുക്കുകയെന്ന് വെച്ചെങ്കിൽ ഒരിക്കലും അത് കറി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ചീഞ്ചട്ടിയിലിട്ടിട്ട് പിന്നെ മൊരിഞ്ഞ പോലെ എടുത്തതിന് ശേഷം കട്ട്ലറ്റിലേക്കും അതേപോലെ സമൂസയിലേക്കും ഇതേപോലെ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് ആരും കറി ബാക്കിയുള്ളത് കളയരുത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റന്നാൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ മൊരിയിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ കട്ട്ലറ്റൊക്കെ വെറും ഉരുളക്കിഴങ്ങ് മാത്രം പുഴുങ്ങിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലിട്ടിട്ട് കുഴച്ചിട്ട് നിങ്ങൾ കട്ട്ലറ്റും അതേപോലെ സമൂസക്കും എല്ലാത്തിനും പറ്റൂട്ടാ. ഇതേപോലെ ചെയ്തെടുക്കാനും പറ്റും. നിങ്ങൾ ഒരിക്കലും കളയരുത് കേട്ടോ. ചിക്കൻ കറി ബാക്കിയുണ്ട് വെച്ചെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. ഞാൻ ചിക്കൻ ബാക്കിയുള്ളത് കൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വേറൊരു ഇറച്ചി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ നെയ്യും അതേപോലെ പിന്നെ ഞാൻ ഇതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു പിസ്തയുടെ ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം. നിങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ട് ഇതേപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ട് ആപ്പിള് മുന്തിരി എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. വീഡിയോ ലോങ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. അപ്പം നമ്മുടെ തരിക്കഞ്ഞി വറ്റിച്ചത്, ഫ്രൂട്ട് സലാഡ്, ദോശ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് കമൻറ്റ് പറയണം. അപ്പോൾ തരിക്കഞ്ഞി എങ്ങനെ വറ്റിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം.
ഇതേപോലെ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ റവ ഇട്ട് കൊടുക്കുക. പാലൊഴിച്ച് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കുക. ഇത് വറ്റും, കൂടുതൽ റവ ഉള്ള കാരണം വെറുതെ ഇരുന്നിട്ട് തന്നെ വറ്റുട്ടാ. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, പാലൊഴിച്ച് കൊടുക്കുക.